പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് വിനീത വിജി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. അമൃത്സറിൽ എന്തൊക്കെയാണ് അമൃത്സറിൽ നിന്നുള്ള വിവരങ്ങൾ? പ്രത്യേകിച്ച് അവിടുത്തെ വിമാനത്താവളങ്ങളൊക്കെ അടച്ച വിമാനത്താവളങ്ങൾ പ്രത്യേകിച്ച് 15-ാം തീയതി വരെ അടച്ചിടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ തുറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു അധികൃതർ എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ രാജസ്ഥാനിലെ ജയ്സാൽമീറിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്, സുവർണക്ഷേത്രമുള്ള സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് അമൃത്സറിൽ നിന്നുള്ള വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിധാൻ ക്രിസ്റ്റീന. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അമൃത്സറിലാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ അമൃത്സറിന്റെ ഒരു പുലരി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വലിയൊരു പ്രതീക്ഷയോടുകൂടി ആളുകളൊക്കെ തന്നെ തിരികെ അവരുടെ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാംസ്കാരിക നഗരി കൂടിയാണ് ഈ അമൃത്സർ എന്ന് പറയുന്നത്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രമുണ്ട്, നിരവധി ഷോപ്പിംഗ് മാളുകൾ, നമുക്ക് ഇങ്ങനെ ചെറിയ തെരുവോരക്കടകൾ, അങ്ങനെയുള്ള കൂടുതൽ ഈ വിനോദസഞ്ചാര മേഖലയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. ഈ ടൂറിസം മേഖലയടക്കം വലിയൊരു നഷ്ടത്തിലേക്ക് പോയതൊക്കെ അവരെ വലിയ രീതിയിലേക്കൊരു ആശങ്കയിലേക്ക് ആഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം ഇന്നലെയൊക്കെ ഒരു ജനജീവിതം തിരികെ കൂടുതൽ സജീവമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഈ അമൃത്സറിലും ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ, ജലന്ധർ, അമൃത്സർ ഉൾപ്പെടെയുള്ള ചില മേഖലകളിലൊക്കെ ഒരു ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ള ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് ജില്ല പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമൃത്സറിൽ പിന്നാലെ അലാറം മുഴങ്ങുകയും ഒപ്പം തന്നെ സമ്പൂർണ്ണമായിട്ടൊരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജലന്ധറിലെ ചില ഭാഗങ്ങളിലും സമാന രീതിയിലൊരു വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫിറോസ്പൂർ, ഈ പാകിസ്ഥാനുമായി ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. ഫിറോസ്പൂരിലും പല മേഖലകളിലും വൈദ്യുതി വിച്ഛേദിക്കുകയും ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അതൊരല്പം ആശങ്കയിലേക്കടക്കം ആളുകളെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നും ഒരു മുൻകരുതലിന്റെ ഭാഗമായാണ് ഇത്തരം നടപടി എന്നുമാണ് പിന്നീട് ഈ അമൃത്സർ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പല മേഖലകളിലും വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഒരു നിർദ്ദേശം നൽകുമെന്നൊക്കെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആളുകളൊക്കെ തന്നെ വീടുകളിലേക്ക് കഴിയുകയും കടകളൊക്കെ വളരെ വേഗം അടയ്ക്കുകയും ഒക്കെ ചെയ്തൊരു കാഴ്ചയായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമൃത്സറിലെയും അതോടൊപ്പം തന്നെ ചണ്ഡീഗഡിലെയും ഒക്കെ വിമാനത്താവളം ഇന്നലെ തുറന്നിരുന്നു. മറ്റ് സാധാരണ നിലയിലേക്ക് അതിന്റെ ഒരു പ്രവർത്തനമൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ആയിരുന്നു. തുടർന്ന് ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ഒരു വിമാനം അത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചതാണ്. പക്ഷേ ഈ പെട്ടെന്ന് വൈദ്യുതി വിച്ഛേദിക്കുകയും ഒപ്പം തന്നെ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ ആ വിമാനം തിരികെ ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചയച്ചൊരു സാഹചര്യവും ഇന്നലെ അമൃത്സറിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഏതാണെങ്കിലും സ്ഥിതിഗതികളൊക്കെ തന്നെ പൂർണ്ണമായും ശാന്തമാണ്. ആളുകൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൽ രാവിലെയും നമുക്ക് ഇത്തരത്തിലേക്ക് തന്നെയാണ്, ആദ്യ മണിക്കൂറുകളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നാലെ ഒരു 11 മണിയോടുകൂടി നഗരം പൂർണ്ണമായും സജീവമാവുന്ന കാഴ്ചയിലേക്ക് തന്നെയാണ് അമൃത്സർ മാറുന്നത്. ശരി, വിനീത വിജിയാണ് അമൃത്സറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.